ഹലോ ഗായ്സ്, ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 500 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. 3-4 വിസിൽ കേട്ടതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് വേറൊരു പാത്രം എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാക്കൊത്തുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 10-20 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ചെറിയ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാല പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. 10 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കുക. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്